6 വർഷം മുമ്പാണ് ഞങ്ങൾ പാക്കേജ് നടപ്പാക്കിയത്. 7 കൊല്ലത്തോളമായി ഈ പാക്കേജുമായിട്ട് മുന്നോട്ട്. ഞങ്ങൾ 2 കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ട്. പെട്രോള് മറ്റു സാധനങ്ങൾക്കെല്ലാം വില കൂടി. നിങ്ങൾക്ക് എത്ര കിട്ടുന്നത്? ഞങ്ങൾക്കാകെ 18,000 രൂപേൻ്റെ ചോടേ കിട്ടുന്നുള്ളൂ. അത് വെച്ചാണ് 2 കുടുംബങ്ങൾ കഴിയുന്നത്. 2 കുടുംബങ്ങൾ കഴിഞ്ഞു പോണത്. ഇനി എങ്ങനെ ഞങ്ങൾ പട്ടിണി കിടക്കണമെന്നാണ് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ 6 കൊല്ലത്തോളമായി പരിഷ്കരണം വന്നിട്ട് ഈ വേതന പാക്കേജ് പരിഷ്കരിക്കുക എന്നതാണ് ഞങ്ങളെ ഒന്നാമത്തെ. ഇന്നലെ മന്ത്രി പറഞ്ഞത് സാമ്പത്തിക പ്രതിസന്ധിയാണ്, നിങ്ങൾ സഹകരിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഗവൺമെൻറ് സാമ്പത്തിക പ്രതിസന്ധി കാരണം ഞങ്ങൾ പട്ടിണി കിടക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതിലർത്ഥമല്ലല്ലോ. 2 കുടുംബങ്ങൾ ജീവിച്ചു പോകണ്ടേ? നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടിയ സമയമല്ലേ? ഇത് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ 27-ാം തീയതി കടകൾ അടച്ചുകൊണ്ട് ഞങ്ങളുടെ മുഖ്യ സമരത്തിൻ്റെ പ്രാധാന്യം കൽപ്പിക്കുന്നത്. കാര്യം ചോദിച്ചിട്ട് ഈ 18,000 ഉണ്ടല്ലോ വേതനം ഒരു മാസത്തെ, അത് കിട്ടിയിട്ട് എത്ര മാസമായി? 2 മാസം അത് കിട്ടിയിട്ടായി. അതും കുടിശ്ശികയാണ്. ഞങ്ങൾക്ക് എല്ലാം കൊണ്ട് ഞങ്ങൾ പ്രയാസത്തിലാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഇനി ഈ പ്രയാസം നീങ്ങണമെങ്കിൽ ഞങ്ങൾ ഈ വേതന പാക്കേജ് കാലോചിതമായി മാറ്റം വരുത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് 2 കുടുംബങ്ങൾക്ക് ജീവിക്കാൻ കഴിയൂ എന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് തീരദേശ മേഖലയാണ്. കുറേ ചേച്ചിമാർ ഇപ്പോൾ ഇവിടെ വന്നു പോയി അരി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അവർ നിസ്സഹായമായിട്ട് പോകുന്ന ഞങ്ങളും കണ്ടതാണ്. അവരോട് എന്ത് പറഞ്ഞ് ഞങ്ങൾ ആശ്വസിപ്പിക്കുന്നത്? ഞങ്ങൾ അടുത്ത ആഴ്ച വരും സമരമാണ്, അടുത്ത ആഴ്ച വരും. ഇതുവരെ ലോറിക്കാരുടെ സമരമായിരുന്നു. ആ സമരം തീർന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 27 മുതൽ ഞങ്ങളെ സമരമാണ്. ഞങ്ങൾ പൂട്ടിയിട്ട് പോകാൻ പോവുകയാണ്. ഞങ്ങൾ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ. ഇവിടെ ഇരുന്നിട്ടും കാര്യമില്ല, അരിയില്ലല്ലോ. ഞങ്ങൾ ഇരുന്നിട്ടൊരു കാര്യമില്ലല്ലോ. കാരണം ഈ അരി ഇല്ലാത്തൊരവസ്ഥയല്ലേ വരുന്നത്. പാവപ്പെട്ട ജനങ്ങൾക്ക് അരി കൊടുക്കാൻ കഴിയാത്ത ഒരു നിസ്സഹായരായിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ കഴിയുന്നില്ല. ജനങ്ങളിങ്ങനെ വഴിക്കും വന്ന് ചോദിക്കുകയാണ്. കാരണം അരിയില്ല എന്ന് പറഞ്ഞ് ആ പറച്ചിൽ ബുദ്ധിമുട്ടിക്കിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ പ്രയാസമുണ്ട് ജനങ്ങളോടിത് പറയാൻ. പക്ഷേ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടുന്നില്ലെന്നൊരു പരാതി നിങ്ങൾക്കുണ്ടല്ലോ. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാകുന്നില്ലേ? ഞങ്ങൾ എപ്പോഴും പറയുന്നത് മുഖ്യമന്ത്രി ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ്. മുഖ്യമന്ത്രി ഇതുവരെ ഇടപെട്ടിട്ടില്ല. മുഖ്യമന്ത്രി ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഇത് നീണ്ടു പോകുന്നത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്ത സാമ്പത്തിക ഭദ്രത ഇല്ലാത്തത് കൊണ്ട് ഈ വിഷയം വേതനം ഇപ്പം നടപ്പാക്കാൻ കഴിയില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. അത് കേട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. ഞങ്ങൾക്ക് ആദ്യം കിട്ടേണ്ട വേതന പാക്കേജ് നടപ്പാക്കുക എന്നുള്ളതാണ്.